അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നബിദിന കലാപരിപാടികളിലും മറ്റു മത്സര പരിപാടികളിലേക്കുമൊക്കെ ഉപകരിക്കുന്ന മദ്ഹ് ഗാനങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. എല്ലാവർക്കും സൈൻ ട്യൂബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മദ്ഹ് സോങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മദ്ഹ് സോങ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി മദ്ഹ് സോങ് മലയാളം എന്ന സോഫ്റ്റ്വെയർ നമുക്ക് കാണാൻ കഴിയും. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അതിൽ ഏറ്റവും മുകളിലായി റഹ്മത്തുല്ലിൽ ആലമീൻ നബി ജന്മദിനത്തിന് സ്വാഗതമെന്ന ഇന്ന് ഹിറ്റായ പാട്ട് നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ കാണാൻ കഴിയും. അതിൻ്റെ വീഡിയോ നമുക്കിവിടെ നിന്ന് കാണാനും അതിൽ കേൾക്കാനും കഴിയും. അതിൻ്റെ വരികൾ ഇവിടെ നൽകിയിട്ടുമുണ്ട്. അതുപോലെയുള്ള ധാരാളം പാട്ടുകൾ ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഓഡിയോ, ചില പാട്ടുകളുടെ ഓഡിയോ ഇവിടെയുണ്ട്. അതുപോലെ നമുക്ക് ഓഡിയോ കേട്ടുകൊണ്ടും പാട്ടും അതിൻ്റെ വരികൾ ഇതിൽ ലഭിക്കുന്നതോടൊപ്പം നമുക്കത് കേട്ട് പഠിക്കാനും കഴിയുന്നതാണ്. അതുപോലെ ഇതിലെ രണ്ടാമത്തെ ഓപ്ഷനായ കാറ്റഗറി നാം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അറബിക്ക്, അതേപോലെ ഭക്തിഗാനം, കഥാപ്രസംഗം, കുട്ടിപ്പാട്ടുകൾ, മദ്ഹ് സോങ്, മലയാളം, മാപ്പിള സോങ്, മീലാദ് സോങ്, ഖവാലി, സ്പീച്ച്, ഉറുദു ഗാനം തുടങ്ങിയ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിലെ കുട്ടിപ്പാട്ടുകൾ എന്നുള്ള ഓപ്ഷൻ നാം ഓപ്പണാക്കി കഴിഞ്ഞാൽ ചെറിയ വിദ്യാർത്ഥികൾക്കുള്ള 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും ഒക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഉള്ള ചെറിയ പാട്ടുകൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ആ പാട്ട് രക്ഷിതാക്കൾക്ക് തന്നെ കുട്ടികൾക്ക് പാടി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ മീലാദ് സോങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നാം തിരഞ്ഞെടുത്താൽ ഒരുപാട് പാട്ടുകൾ അതിൽ കാണാൻ കഴിയും. അതിലെ വരികളും വീഡിയോയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വീഡിയോ കണ്ട് നമുക്ക് അതുപോലെ ഇതിലെ വരികളുടെ വീഡിയോ നമുക്ക് കണ്ടുകൊണ്ട് ആ വരി നോക്കി പാട്ട് പഠിക്കാനും ഉപകരിക്കും. അതുപോലെ സ്പീച്ച്, പ്രസംഗം നാം ഓപ്പണാക്കി കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളിലുള്ള പ്രസംഗങ്ങൾ ഇതിലുണ്ട്. ആ പ്രസംഗം നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ വരികൾ നമുക്ക് കാണാൻ കഴിയും. നോട്ട് പുസ്തകത്തിലേക്ക് എഴുതാതെ തന്നെ മൊബൈലിൽ നോക്കിക്കൊണ്ട് തന്നെ ആ പ്രസംഗം നമുക്ക് കാണാതെ കുട്ടികൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. ബാക്കിയുള്ള ഇതിലുള്ള ഓരോ ഓപ്ഷനുകളും നിങ്ങൾ തിരഞ്ഞെടുത്ത് കണ്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.